ഈ ഇന്ത്യ സഖ്യം 51 സീറ്റുകൾ നേടിയിരിക്കുകയാണല്ലോ. 51-24. നമുക്ക് പെട്ടെന്ന് വേണേ ബൽറാം നെടുങ്ങാടി ഒന്ന് എടുക്കാം. ഇന്ത്യ സഖ്യം 49ലേക്ക് താണ്. ബൽറാം അവിടെ എന്ത് സംഭവിക്കുന്നു? ബൽറാം വരൂ ബൽറാം കഹാ ഹേ? बलराम आएगा हिंदी करेक्ट। अच्छा बढ़िया बढ़िया। बलराम किधर क्या हुआ उधर? बोलो बलराम। FKN ഞാനിപ്പോൾ ഉള്ളത് ഫാറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയുടെയും ഒമർ അബ്ദുള്ളയുടെയും വസതിക്ക് മുന്നിലാണ്. ജമ്മു കശ്മീരിൽ പല സൂചനകൾ മാറിമറിഞ്ഞു വരുന്നു എങ്കിൽ പോലും NC കോൺഗ്രസ് സഖ്യം കൃത്യമായ ലീഡ് നിലനിർത്തുന്നുണ്ട്. 55 വരെ ഉയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ വീണ്ടും അല്പം താണിരിക്കുന്നു. വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് NC കേന്ദ്രങ്ങൾ കൃത്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ കോൺഗ്രസ് 2 നിരീക്ഷകരെ അയച്ചിരിക്കുകയാണ് ജമ്മു കശ്മീരിലേക്ക്. 2 നിരീക്ഷകർ ജമ്മു കശ്മീരിൽ എത്തുന്നു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി, മുകേഷ് അഗ്നിഹോത്രി എന്നീ 2 പേരെയാണ് ജമ്മു കശ്മീരിലേക്ക് അയച്ചിരിക്കുന്നത്. ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള എന്നിവർ ഇപ്പോൾ അവരുടെ വസതിയിൽ തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല. മറിച്ച് ഫല സൂചനകൾ വ്യക്തമായ ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത്. പാർട്ടി ഓഫീസുകളിൽ അതേസമയം കൃത്യമായി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പാർട്ടി ഓഫീസുകളിൽ. വിജയ വിഷ്ണു നായർ പറയുന്നൊരു കാര്യം പറയണം. എന്തൊക്കെയായിരുന്നു ബൈറ്റ്സ്? താമര തണ്ടൊടിഞ്ഞു, ശോകമുഖമായി BJP. ഇപ്പൊ ഒന്നും പറയുന്നില്ലയോ? BJP തിരിച്ചു വമ്പൻ ട്വിസ്റ്റ്. താമര നിവർന്നു. അവിടെ 77 സീറ്റുകളിൽ ലീഡ് കേവലം 1000 വോട്ടുകൾക്ക് താഴെയാണ്. അപ്പൊ ഇഞ്ചോടിഞ്ച് പോരാട്ടം സംഭവിക്കും. കേവലം 1000 വോട്ടുകൾ താഴെ 77 സീറ്റുകളാണ്. ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ BJP 48. ലോക്കൽ കറക്റ്റ് ആണോ? BJP 48, കോൺഗ്രസ് 37. ലോക്കൽ കറക്റ്റ് ആണോ? കോൺഗ്രസ് 35 എന്റെ കണക്കനുസരിച്ച്. 36 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. BJP 49. BJP 49. താമര തണ്ടൊടിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ തണ്ടൊടിഞ്ഞില്ല. താമര വിരിയുന്നു. കോൺഗ്രസിന്റെ തണ്ടൊടിയുന്നു. കോൺഗ്രസിന്റെ തണ്ടൊടിയുന്നു. ഹരിയാനയിൽ കൈപ്പത്തി BJP ഒന്നും സംഭവിക്കുന്നില്ല. കൈത്തണ്ട ഒടിഞ്ഞു. മിസ്റ്റർ കാശ്മീർ, ഹരിയാനയിൽ കൈത്തണ്ട ഒടിഞ്ഞു. നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം 50 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. അവിടെ കട്ടക്കല്ല, 50 സീറ്റുകൾ നിൽക്കുന്നു. അവിടെ ആകെ സീറ്റുകൾ 90, കേവല ഭൂരിപക്ഷത്തിന് 46. 50 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. പക്ഷേ 5 നോമിനികളുണ്ട്. അവിടെ 5 നോമിനികളുണ്ട്. എന്നാലും കാര്യമില്ല അല്ലേ? ഇവിടെ 50 കഴിഞ്ഞ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല അവിടെ അതേഴ്സ് ഉണ്ട്. അവിടെ 45 താഴോട്ട് പോന്നാല് ഈ 5ഉം ഈ അതേഴ്സും ഒക്കെ ക്രൂഷ്യലാവും, പ്രശ്നമാവും. അപ്പം അതേഴ്സ് ഒരു വരവ് വരും അല്ലേ? ഇപ്പൊ നിലവിൽ അതേഴ്സ് അങ്ങനെ വരത്തില്ല, സാധാരണ ഇങ്ങനെ വരത്തുള്ളൂ. അതല്ല, അവിടെ 50 താഴെയാണെങ്കിൽ അതേഴ്സ് ഇങ്ങനെ വരവുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.